ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ അലീനയും സ്റ്റാൻലി ജോസഫും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനയുടെ ഫോൺ ശബ്ദിക്കുന്നത്. അങ്ങനെ അലീന ഫോണ് എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആരാ വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. രോഹിത്തായിരുന്നു കോളിൽ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ, അതിയായിട്ടുള്ള സന്തോഷത്തോടെ അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. എന്നിട്ട് പറയാ ഹലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അലീന ചേച്ചിന്ന് വിളിച്ചപ്പോഴത്തേനും അവളുടെ കണ്ണങ്ങ് നിറഞ്ഞു പോയിട്ട് ആ സന്തോഷം കണ്ടപ്പോൾ. അതായത് ആ വിളി, അലീന ചേച്ചി എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേഗം ഞാനാടാ മോനെ എന്ന് പറയാണ്. അപ്പോൾ ചേച്ചി അവിടെ എന്ത് ചെയ്യുക, അവിടെ സുഖമാണോ, കാര്യങ്ങളൊക്കെ സെറ്റായോ, എല്ലാവർക്കും ചേച്ചീനോട് സ്നേഹമാണോ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ എത്തിയോന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ ഇവിടെ എത്തി, ഇവിടെ എല്ലാവരും ഉണ്ട്, മനുവേട്ടനും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പോയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ പറയാൻ അലീന ചേച്ചി പോയതോടെ വീട് ഉറങ്ങിപ്പോയി, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടുന്ന് അവധി വാങ്ങിച്ചുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വരണമെന്ന് രോഹിത് പറയാണ് കേട്ടോ അലീനനോട്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമോ, നന്നായി, ഇവിടെ വേറൊരു രാജ്യത്തെത്തിയ പോലെയാ, ഇവിടെ പട്ടാള ഭരണ, ശരിക്കും ആഴ്ചയിൽ ഒന്ന് പോയിട്ട് ഒരു വർഷത്തിലൊരു ലീവ് കിട്ടുമോയെന്ന് പോലും സംശയ മോനെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അലീന ഇടങ്ങന്നിട്ട് സ്റ്റാൻലി ജോസഫിന്റെ നേർക്ക് പാളി നോക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അനങ്ങാ പാറ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ച് അപ്പോൾ പറയാണ് മോനെ, നീ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് മാമച്ചനങ്ങളോടും ആൻറ്റീനോടും രേവതിക്കുട്ടീനോടൊക്കെ ഞാൻ എവിടെയാ പോയെന്നും ഞാനിവിടെ ഉണ്ട്, ഇവിടേക്ക് വരേണ്ട വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ രേവതിക്കുട്ടീനെ സമയം പോലെ ഞാൻ വിളിക്കുന്നു നീ പറയണം എന്ന് പറയാണ് കേട്ടോ. അപ്പം പിന്നെ വിശേഷങ്ങളെല്ലാം നാളെ ഞാൻ വിശദമായിട്ട് പറയാം. ഇതെല്ലാം ഈ വിശദമായി ഞാൻ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അവളെ കൂടെ ഒന്ന് അറിയിച്ചേക്കണേ, അതായത് രേവതിക്കുട്ടീനെ കൂടെ ഒന്ന് അറിയിച്ചേക്കണേ എന്ന് രോഹിത്തിനോട് പറയാണ് കേട്ടോ അലീന. അപ്പം ശരിക്കും ഊണുമേശയ്ക്ക് ചുറ്റും രോഹിത്തും മനുശങ്കറും കൃഷ്ണയും കൃഷ്ണജയും ബബിതയും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേഗം രോഹിത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അലീന. അപ്പം ബബിതയ്ക്ക് കൊടുക്കാനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ രോഹിത്ത് മനസ്സോടെ അവന് തന്നെ സംസാരിച്ച് അവൻ്റെ ചേച്ചീനോട് സംസാരിച്ച് തീർന്നില്ല കേട്ടോ. അപ്പം വേഗം എന്തായി, ഫോണ് ബബിതയ്ക്ക് കൈമാറി. ശരിക്കും ബബിത എന്നിട്ട് ആ ഊണുമേശയിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാവാതെ അവിടുന്ന് എണീറ്റ് പോയി കേട്ടോ. അപ്പോൾ ചോദിച്ചു അവിടെ ഇരിക്കുന്ന എങ്ങോട്ടാ പോകുന്നത്, എല്ലാവർക്കും കേൾക്കണ്ടേ നീ സംസാരിക്കുന്നതെന്ന് മനുശങ്കർ ചോദിച്ചു കേട്ടോ. അപ്പോൾ ബബിത പറഞ്ഞു എനിക്കങ്ങനെ എല്ലാവരെയും കേൾക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് തനിയെ സംസാരിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു അതെന്താ മറ്റാർക്കും ഇല്ലാത്തൊരു കൺസെഷൻ നിനക്ക് മാത്രം, എല്ലാവരും ഇവിടെ ഇരുന്നാണല്ലോ സംസാരിച്ചത്, നിനക്കും ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കാണ് കേട്ടോ മനുശങ്കർ. അപ്പം ശരിക്കും ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കാതിലിങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് ചുറ്റുവരാന്തിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ വേഗം കൃഷ്ണ പറയാണ് ബബിത ചേച്ചി പഠിച്ച കള്ളിയല്ലേ മനുവേട്ടാ, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സങ്കടമായിട്ടുണ്ടെങ്കിലോ അലീന ചേച്ചിനോട് സംസാരിക്കുമ്പോൾ എന്തായിട്ടും ബബിത ചേച്ചിക്ക് സങ്കടം വരും. അപ്പം ആ സങ്കടം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ അവളെങ്ങനെ മാറിപ്പോകുന്നത്. അതായത് സങ്കടം വന്നിട്ട് ഒച്ച പതറിപ്പോയാൽ കണ്ണിന്ന് വെള്ളം വന്നാൽ അതാരും കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കര സ്നേഹം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചക്കര വർത്താനം പറയുമല്ലോ, അതും ആരും കേൾക്കരുതെന്ന് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് എണീറ്റ് പോകുന്നതെന്ന് കൃഷ്ണജ പറയാൻ കേട്ടോ മനുശങ്കരോട്. അത് ശരിക്കും അല്പം ദേഷ്യത്തിലും കുശുമ്പിലും ഒക്കെ കൂടിയാണ് കൃഷ്ണജ പറയുന്നത്. അപ്പോൾ വേഗം മനുശങ്കർ പറയാണ് നിന്നെ ശരിക്കും സമ്മതിച്ചു കൃഷ്ണേ, നീ ബബിതയുടെ മനസ്സിനകത്ത് തുറന്ന് കയറുന്നുണ്ടല്ലോ, നിന്നെ സമ്മതിക്കേണ്ടത് തന്നെയാണ് മനുശങ്കർ കൃഷ്ണജനെ ചെറുതായിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം കൃഷ്ണ പറയാണ് എനിക്കറിയാം ഓരോരുത്തരുടെയും കള്ളത്തരങ്ങൾ, ഞാനിവിടെ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടെന്ന് കൃഷ്ണ പറയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് അവളുടെ തല ഇങ്ങനെ പിടിച്ചൊരു കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു അത്രയും അങ്ങ് പൊങ്ങണ്ട, നീ കുറച്ചങ്ങ് താന്നിരുന്നോ എന്ന് പറയാണ് കേട്ടോ കൃഷ്ണനോട്. അങ്ങനെ ഇപ്പം ശരിക്കും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ബബിത ഫോണും കൊണ്ട് കൃഷ്ണേൻ്റെ അടുത്ത് വന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ ബബിതയ്ക്ക്. ബബിതൻ്റെ മുഖമൊക്കെ കൂടെ അങ്ങനെ തുടുത്ത് ഭയങ്കര ആഹ്ലാദമുള്ളൊരു മുഖം നമുക്ക് കാണാൻ വേണ്ടി പറ്റേ. എന്നിട്ട് പിന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര സന്തോഷമായിട്ട് അകത്തേക്ക് പോയിട്ടോ. അത് കണ്ടിട്ട് ഇങ്ങനെ രോഹിത്ത് പറയാണ് പിന്നെ മൊത്തം വീക്കായിരുന്നതാ, എങ്ങനെ ഭയങ്കര ഡള്ളായിരുന്നതാ ഇപ്പോഴ്, എന്നിട്ട് എന്താണ്
അലീന ചേച്ചി ചാർജ് കയറ്റിയെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു തിമർപ്പാണ് നമ്മൾ ഈ കാണുന്നതെന്ന് രോഹിത്ത് എല്ലാവരോടും കൂടെ പറഞ്ഞു കേട്ടോ. അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ബബിത സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോണ് കൃഷ്ണജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണ സംസാരിച്ച് കഴിഞ്ഞു കേട്ടോ. സംസാരിച്ച് കഴിഞ്ഞപാടും മനുശങ്കറിനെ ഏൽപ്പിച്ചു. ശരിക്കും ബബിത മാറിയതുപോലെ മനുവിനും മാറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു നാണം ഉള്ളതുകൊണ്ട് മനു മാറിയില്ല കേട്ടോ. എന്നാലും സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിച്ചിട്ടും പിന്നെ ഒരു 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 എന്തോ ഒരു രഹസ്യം മറയ്ക്കുന്നത് പോലെയുള്ളൊരു സാധനം മുഖത്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൃദയത്തോടൊക്കെ സംസാരിക്കുന്ന ഒരു ഫീലിംഗ് മറ്റുള്ളവർക്കും കിട്ടുന്ന രീതിയിലാണ് അറിയാതെ പോലും മനു സംസാരിച്ചത്. ഇങ്ങനെ ഒരു നിഗൂഢാനന്ദം എന്നൊക്കെ പറയില്ല, അതായത് ഉള്ളിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കും കൂടെ ചെയ്യൂട്ടോ. അപ്പം മനു ചോദിക്കുകയാണ്, നിനക്കവിടെ ശരിക്കും ഇഷ്ടപ്പെട്ടോടി എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറഞ്ഞു, അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല, ഇഷ്ടപ്പെട്ട് വരുന്നു, ചിലപ്പോൾ ഇഷ്ടപ്പെടാനും ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് അലീന പറയാണ് കേട്ടോ. അതെന്താ, എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മനുവേട്ടാന്ന് പറഞ്ഞു കേട്ടോ അലീന. അപ്പോൾ പറഞ്ഞു, താമസിക്കുന്ന സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, തരക്കേടില്ല എന്ന് പറയാം, വലിയ നല്ലതല്ല വലിയ മോശമല്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇനി ഞാൻ പിന്നെ വിളിക്കാം, അപ്പം നീ എല്ലാം വിശദമായിട്ട് പറയണം കേട്ടോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, മനുവേട്ടൻ എന്താ പോവാത്ത, രാവിലെ വന്നതല്ലേ എന്താ പോവാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു, നീ അവിടെ പോയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിന്നതാന്ന് പറയാം കേട്ടോ. വീട്ടിൽ പോയോന്ന് വെച്ചപ്പോൾ ഇല്ല, പോകണ്ടേന്ന് പറയുന്നത്, ഞാൻ വീട്ടിൽ പോകാൻ വന്നതല്ലല്ലോ, ഒരാളെ യാത്ര അയക്കാൻ വന്നതല്ലേ എന്ന് പറയാം കേട്ടോ. അപ്പം പിന്നെ കുറച്ച് നേരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല, കുറച്ച് നേരം ഒരു മൗനാണ്. അത് കഴിഞ്ഞിട്ട് അലീന ചോദിക്കുകയാണ്, അച്ഛനൊന്ന് കൊടുക്കുമെന്ന്. അപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മനു വേഗം ഫോണ് ബാലേന്ദ്രന് കൊടുക്കാൻ കേട്ടോ. ശരിക്കും ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ബാലേന്ദ്ര മേനോൻ്റെ സ്വരം കേട്ട അലീന. അപ്പം ശരിക്കും അപ്പം വേഗം ബാലേന്ദ്രൻ എന്തോ ലാസ്റ്റ് കൊടുത്തോണ്ട് ആ ഒരു ചെറിയ ദേഷ്യമല്ല, എന്നാലൊരു ദേഷ്യം പോലെ അല്ലെങ്കിൽ ഒരു സങ്കടം പോലെ അലീനോട് പറയാൻ കേട്ടോ. ക്യൂവിൻ്റെ അറ്റത്താണല്ലേ എൻ്റെ സ്ഥാനം, ഏറ്റവും ലാസ്റ്റ് എന്ന്. അപ്പോൾ വേഗം പിന്നെ അലീന പറയാണ്, അതൊന്നും നല്ല അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ള ആൾ, അച്ഛൻ ഒരുപാട് നേരം ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അച്ഛന് ലാസ്റ്റ് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയാണ് അലീന ബാലചന്ദ്രനോട്. അപ്പം ബാലചന്ദ്ര മേനോൻ അതൊന്നും മൈൻഡാക്കാണ്ട് ബാലചന്ദ്ര മേനോൻ ചോദിക്കുകയാണ്, നിനക്ക് അവിടുത്തെ സ്ഥലം ഇഷ്ടപ്പെട്ടോ, നീ താമസിക്കുന്ന സ്ഥലമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ഇണക്കം വരുന്നില്ല അച്ഛാ, ശരിക്കും ഇണങ്ങാൻ കുറച്ച് സമയം എടുക്കും, പിന്നെ അച്ഛൻ ഇവിടെ എന്നെ എത്തിച്ചതിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് അച്ഛൻ ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പം ഇതും ചോദിച്ചിട്ടും അലീന സ്റ്റാൻലി ജോസഫിനെ നോക്കുകയാണ്. അപ്പം അയാൾ പെട്ടെന്നൊരു സിഗരറ്റ് എടുത്ത് ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ടാ. അപ്പോൾ ബാലേന്ദ്ര ചോദിക്കുകയാണ്, മോക്ക് എന്താ എത്ര സംശയം, അല്ലച്ചാ എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ, എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണ്ടായിരുന്നു എന്ന് തോന്നാ, എനിക്ക് ശരിക്കും ഇവിടുത്തെ വലിയ രാജകുമാരിയായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം അവിടെ വേലക്കാരിയാണെങ്കിലും അങ്ങനെ കഴിയുന്നതായിരുന്നു എന്ന് പറയാട്ടാ. അത് കഴിഞ്ഞിട്ടും അലീന ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അലീന ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങന്നിട്ട് സ്റ്റാൻലി ജോസഫിനെ നോക്കുന്നുണ്ട് കേട്ടോ. അയാൾ സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു, എന്നിട്ട് സിഗരറ്റ് കത്തിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, സാരില്ല, എല്ലാം ശരിയായിക്കോളും, നീ എല്ലാം സഹിച്ചും ക്ഷമിച്ചൊക്കെ നിൽക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങ് പോന്നു എന്ന് വെച്ചാൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, മക്കളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, മരുന്ന് കുടിക്കണം, ആഹാര നിയന്ത്രണം വേണം, പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അച്ഛൻ ദേഷ്യമൊന്നും പിടിക്കരുത്, അമ്മ ഈ അടുത്തന്നെ വരും, അപ്പം അമ്മ വരുമ്പോൾ വഴക്കിനൊന്നും നിൽക്കണ്ട, പിന്നെ ഇതുപോലെ തന്നെ സിഗരറ്റ് വലിയും മദ്യപാനവും അതൊന്നും നല്ലതല്ല, അത് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അച്ഛൻ ഓർക്കണമെന്ന് അച്ഛനോട് പറയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ മദ്യപിച്ചും സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലി ജോസഫിന് ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങണ്ണിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും അവൾക്കൊരു സംശയം തോന്നുകയാണ്, ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ ചെറുതായിട്ട്. അപ്പോൾ അലീനയ്ക്ക് ഒരു സംശയം പോലെ കേട്ടോ. പല എന്തൊക്കെയൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടും പിന്നെ അനേകം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു, അങ്ങനെ കുറേ സമയം ഇങ്ങനെ നീണ്ടുപോയി കേട്ടോ സംഭാഷണം. അത് കഴിഞ്ഞിട്ട് കൊടുക്കാം ആ സംഭാഷണം അങ്ങ് നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോൺ ഓഫ് ചെയ്തു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അലീനയ്ക്ക് ബാലേന്ദ്ര മേനോനെ വലിയ ഇഷ്ടമായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അലീനോട് സ്റ്റാൻലി. പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതെൻ്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് അലീന. അപ്പം ശരിക്കും ഒരു വാശി പോലെയാണ് ഇതൊക്കെ അലീന പറയുന്നത് സ്റ്റാൻലിനോട്. അപ്പം ഇത് നിങ്ങൾ തമ്മിലുള്ള വാർത്താനം
വർത്താനം കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി എന്ന് പറയണേ സ്റ്റാൻലി. പറഞ്ഞു പിന്നെ അച്ഛനായാലും ശരിക്കും അങ്ങനെ വേണം, അതുപോലൊരു അച്ഛനെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല, അങ്ങനത്തെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം വേണം എന്ന് പറയാണ് അലീന. അപ്പോൾ പറഞ്ഞു പിന്നെ മേനോൻ എന്നോട് പറഞ്ഞു നിന്നെ സ്വന്തം മോളെ പോലെയാ കരുതുന്നത്, പിന്നെ അയാളോട് നിനക്ക് എന്താണ് ഇത്രയും കടപ്പാടും സ്നേഹവും വേണം, ഒട്ടും കൂടുതലല്ല ഇത്രയെങ്കിലും നിനക്ക് വേണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് എണീറ്റു, എന്നിട്ട് അയാൾ വാച്ചിൽ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു സമയമായി, എന്നാൽ നീ പോയി കിടന്നോളൂ, എന്താവശ്യം ഉണ്ടെങ്കിലും ആൻ്റപ്പനെ വിളിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേഗം അലീന ഒരു വാശിയോടെ തന്നെ പറയാണ് എനിക്കൊരാവശ്യവും വരില്ല എന്ന്. അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അലീന കുറച്ചു നേരം കൂടെ അയാളിങ്ങനെ നോക്കി നിന്നു കേട്ടോ. എന്നിട്ട് വേഗം അവളുടെ റൂമിലേക്ക് പോയിട്ട് ലൈറ്റ് അണച്ചപ്പോൾ അവൾക്ക് പിന്നെയും കിടന്നപ്പോൾ വല്ലാത്തൊരു പേടിയിട്ട്. അപ്പോൾ അവൾ ഒന്നും കൂടെ പോയിട്ട് വാതിൽ ശരിക്കും അടച്ചോ, അകത്ത് കള്ളന്മാർ കയറി ഇരിപ്പുണ്ട്, അങ്ങനത്തെ ഒക്കെ സംശയത്തിൽ ഇവളിങ്ങനെ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വേഗം ഇവള് അലീന കട്ടിലിൻ്റെ കീഴിലും അലമാരയിലും ബാത്റൂമിലും ഒക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് വാതിൽ ശരിക്കും അടച്ചു. എന്നിട്ട് ലൈറ്റ് കെടുത്താതെ കിടന്നു കേട്ടോ. എന്നിട്ട് പതുപതുത്തൊരു കിടക്ക, ആ ഫീലിംഗ് ഒക്കെ അവളിങ്ങനെ അനുഭവിക്കുകയാണ്. പക്ഷെ അവൾക്ക് ഉറക്കം മാത്രം വരുന്നില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്, എങ്ങനെ കിടന്ന് നോക്കിയിട്ടും കമിഴ്ന്ന് കിടക്കുന്നുണ്ട്, മലന്ന് കിടക്കുന്നുണ്ട്, എങ്ങനെ കിടന്നിട്ടോ അവൾക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും ഉറക്കം വരുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ എന്താണ് ഉറക്കമില്ല, അതുകൊണ്ട് തന്നെ സോഫയിൽ കുറച്ചു നേരം പോയിരുന്നു, പിന്നെ കുറച്ചു നേരം കസേരയിൽ പോയിരുന്നു. എന്നിട്ടൊന്നും ഉറക്കമില്ല എന്ന് അവളിങ്ങനെ എനിക്ക് എന്താ ഉറക്കം വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് രേവതിക്കുട്ടീൻ്റെ, അതായത് ഗ്രേസമ്മേൻ്റെയും മാമച്ചേൻ്റെയും വീടാണ്. അവിടെ പിന്നെ ഒരു ഗ്രേസമ്മ രേവതിക്കുട്ടീൻ്റെ ഫോണ് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം നിൻ്റേതല്ലടി കുന്ത്രാണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അയാൾ ശരിക്കും പിന്നെ ഗ്രേസമ്മ രേവതിക്കുട്ടീനോട് തട്ടി കയറുകയാണ്. അതേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് രേവതിക്കുട്ടി വരികയാണ്. അപ്പോൾ പറഞ്ഞ് പിന്നെ ചാടി എഴുന്നേറ്റ് അത് പിടിച്ചു വാങ്ങി കേട്ടോ. അപ്പോൾ കുറേ നേരമായി ഇത് ലോബിയിൽ ഇരുന്നിട്ടൊരു അനാഥ പ്രേതത്തിനെ പോലെ നിലവിളിക്കുന്നു. ആര് കേൾക്കാൻ? ഇതിൻ്റെ അമ്മ ഹോം തിയേറ്ററിൽ സിനിമയൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഇത് അടിച്ചാൽ കേൾക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ കേട്ടില്ല ആൻറ്റി, ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ടിവിയുടെ വോളിയം കുറച്ച് വെക്കടി, അപ്പോഴല്ലേ നീ എന്നെ ആരെങ്കിലും വിളിച്ചാൽ നീ അറിയുള്ളൂ. അപ്പോൾ രേവതിക്കുട്ടി എന്നിട്ട് വേഗം ഫോണ് തട്ടി മേടിച്ചിട്ട് പിന്നെ ഡിസ്പ്ലേയിൽ നോക്കിയപ്പോൾ 5 മിസ് കോൾ കേട്ടോ. അപ്പോൾ നമ്പർ ആരുടേതാണെന്ന് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി രോഹിത്തേട്ടൻ എന്നാണ് അവൾ ഫീഡ് ചെയ്തിരിക്കുന്നത്, ആ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. ശരിക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി, അവളെ കണ്ണുകളൊക്കെ ഇങ്ങനെ 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 വിസ്മയം കൊണ്ട് വികസിക്കാൻ കേട്ടോ. അപ്പോൾ ആൻറ്റീനോട് ഞാനിപ്പം വരാമേ എന്ന് പറഞ്ഞ അവൾ തിരിഞ്ഞോടാണ്. അങ്ങനെ ഫോണുമായിട്ട് അവൾ വീടിൻ്റെ ലോബീൻ്റെ അറ്റത്ത് പോയിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും കോള് വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം തന്നെ ഒരു കോളിങ് വന്നു. രോഹിത്തായിട്ട് 6ാമത്തെ തവണ വിളിക്കുന്ന കോളാണ് അത്. ശരിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ജനാലയ്ക്ക് അടുത്ത് പോയിട്ട് രേവതിക്കുട്ടി വേഗം ഫോണ് ചെവിനോട് ചേർത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഹലോ വീരൻ, ഗുഡ് ഈവനിങ് എന്നൊക്കെ വിഷ് ചെയ്തിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. മറുവശത്ത് ഒരു പ്രതികരണവും ഇല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു ഹലോ വീര, ഞാനാ രേവതിക്കുട്ടി. എന്നിട്ടും അപ്പുറത്തുനിന്ന് ഒരു മറുപടി ഇല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ഹലോ, അങ്ങനെ കളിയാക്കിയിട്ട് വിളി ചോദിക്കുകയാണേ. അപ്പോൾ പിണങ്ങിയ ആളെന്നിങ്ങനെ ആലോചിക്കാം. അപ്പം സാധാരണ വീര എന്നുള്ള വിളി കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവള് മനസ്സിലാലോചിക്കുകയാണേ. സാധാരണ വീരാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പൊടി മരം കൊത്തിന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് സംസാരിക്കേണ്ടതാണല്ലോ, ഇതെന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിച്ചു. അപ്പം എന്ത് പറഞ്ഞിട്ട് ഒരു മിണ്ടാട്ടില്ല കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സംശയമായി. അപ്പോൾ ചോദിക്കാൻ രോഹിത്തേട്ട എന്താ മിണ്ടാത്തേന്ന് പിന്നെയും എടുത്ത് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ പറഞ്ഞ അലീന ചേച്ചി പോയി എന്നിങ്ങനെ സങ്കടത്തോടെ അപ്പുറത്തുനിന്ന് ഒരു മറുപടി വരികയാണ് കേട്ടോ. അപ്പോൾ വേഗം രേവതിക്കുട്ടിക്ക് ശരിക്കും ഞെട്ടൽ വന്നു കേട്ടോ. അതവളെ മുഖത്ത് നമുക്ക് കാണാമേ. എന്നുവെച്ചു പോയെന്നോ, എങ്ങോട്ടാ രോഹിത്തേട്ടാ, നിങ്ങൾക്ക് അറിയില്ലേ അലീന ചേച്ചി എങ്ങോട്ടാ പോയേന്ന് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലപ്പേര് മാത്രമേ അറിയൂ, കുളത്തുപുഴ, അങ്ങോട്ടാണ് അച്ഛൻ അലീന ചേച്ചിയെ കൊണ്ടുവിട്ടേന്ന് മാത്രമേ എനിക്കറിയൂ, കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം രോഹിത്തേട്ടൻ എന്തായി പറയുന്നത്? രോഹിത്തേട്ടന് പോലും അറിയാതെ, ആ വീട്ടിൽ ആർക്കും അറിയാതെ അലീന ചേച്ചി എങ്ങോട്ടാ പോയേ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ് കേട്ടോ രോഹിത്തിനോട്. അപ്പോൾ പറഞ്ഞു അച്ഛനാ കൊണ്ടുവിട്ടെ, അച്ഛൻ കുളത്തുപുഴയിൽ കൊണ്ടുവിട്ടു, അച്ഛൻ
വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയില്ലേ ചേച്ചി എവിടെയാ പോയെന്ന് നമുക്കറിയണ്ടേന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അച്ഛൻ ഇതെല്ലാം രഹസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അവിടെ നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അലീന ചേച്ചീനെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ ആ ചേച്ചീനെ ശല്യപ്പെടുത്തിയാലോ ആ ചേച്ചീനെ സ്വൈര്യം കെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് കേട്ടോ രോഹിത്തേട്ടൻ അലീനനോട്. അപ്പം അലീന ചേച്ചി എന്നോട് ഒരു വാക്ക് പോലും വിളിച്ചു പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാ പോണേന്ന്, ഞാൻ എങ്ങനെ എവിടെ പോയി എന്ന് എങ്ങനെ അറിയുന്നതെന്ന് ചോദിക്കുകയാണേ രേവതിക്കുട്ടി രോഹിത്തിനോട്. അപ്പം അലീന ചേച്ചി വിളിക്കാൻ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം വേഗം രോഹിത്ത് പറയണം അങ്ങോട്ട് വിളിക്കണ്ട, നാളെ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചോളാം എന്ന് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണേ രോഹിത്ത്. അപ്പോൾ പറഞ്ഞു അതെന്താ നാളെ, എനിക്കറിയില്ല അലീന ചേച്ചി ചെന്നു പെട്ടിരിക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ചേച്ചി ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, പിന്നെ നാളെ വിളിച്ചോളാന്നാ പറഞ്ഞേ, അപ്പം നീ അതുവരെ കാത്തിരിക്കണം, ഞാനിതൊന്ന് വിളിച്ചു പറയാൻ വേണ്ടി വിളിച്ചൂന്നേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ രോഹിത്ത് രേവതിക്കുട്ടീനോട്. അപ്പോൾ പറഞ്ഞു രോഹിത്തേട്ടൻ്റെ അച്ഛനല്ലേ കൊണ്ടുവിട്ടത്, അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ മറുവശത്ത് അതിന് ഒരു പ്രതികരണം ഉണ്ടായില്ല കേട്ടോ, ഒരു ഇങ്ങനെ ദീർഘമായിട്ട് ഇങ്ങനെ ഹാ എന്നുള്ള ഒരു നിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രേവതിക്കുട്ടി രോഹിത്തേട്ടാന്നിങ്ങനെ ഒരു നൈസായിട്ട് ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പം രോഹിത്തേട്ടന് വലിയ വിഷമായില്ലേ അലീന ചേച്ചി പോയതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വേഗം രോഹിത്ത് പറഞ്ഞു ഇത്ര പെട്ടെന്നൊന്നും പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, ചേച്ചി കൂടെയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ധൈര്യമായിരുന്നു, ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറിപ്പോയത്, അപ്പോൾ ചേച്ചി പിന്നെയും ഞങ്ങൾ കൂടെ വേണമെന്നുള്ള ഞങ്ങളെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ രേവതിക്കുട്ടീനോട് പറയാണ് കേട്ടോ. സാരമില്ല രോഹിത്തേട്ടാ, എവിടെ പോയിട്ടുണ്ടെങ്കിലും ചേച്ചി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് പറയാണേ. അപ്പോൾ പറഞ്ഞു എനിക്ക് പോയതിലല്ല വിഷമം, ശരിക്കും ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം അന്നു മുതൽ തന്നു, പക്ഷെ ഞങ്ങളത് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമായുള്ളൂ, കുറച്ച് സമയമല്ലേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, ഞങ്ങളെല്ലാവരും ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ചേച്ചി പോയി, അതാ ഞങ്ങളെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു തേങ്ങലോടെയാണ് രോഹിത്ത് ഇത്രയും രേവതിക്കുട്ടീനോട് പറഞ്ഞത്. അപ്പോൾ വേഗം രേവതിക്കുട്ടി പറയണേ ഈ വീരൻ എന്താ ഇത്രയ്ക്ക് തൊട്ടാവാടിയാ, സാരല്ലെന്ന് പറഞ്ഞില്ലേ, എവിടെ പോയിട്ടുണ്ടെങ്കിലും ചേച്ചി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്ന് പറയണേ. അപ്പോൾ അപ്പുറത്ത് ഒരു പ്രതികരണവും ഇല്ല കേട്ടോ. അപ്പോൾ രോഹിത്തേട്ടാന്ന് പിന്നെയും വിളിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇതെല്ലാം ഭംഗി വാക്കല്ലേ രേവതിക്കുട്ടി, ചേച്ചി ഇനി പോയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേഗം രേവതിക്കുട്ടി പറഞ്ഞു എന്തായാലും വരും, ചേച്ചിക്ക് വരാതിരിക്കാൻ പറ്റില്ല, നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് ചേച്ചീനെ വിളിച്ചോണ്ട് വരുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പിന്നെയും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി പറഞ്ഞു ഇതുപോലൊരു സങ്കടമായിരുന്നു ശരിക്കും അലീന ചേച്ചീനെ ഒരു ദിവസം പിരിയേണ്ട വന്നപ്പോൾ എനിക്കും, ഞാനും എത്രമാത്രം സങ്കടത്തോടെയാണെങ്കിൽ അതെല്ലാം സഹിച്ചില്ലേ, പിന്നെ പിരിഞ്ഞെങ്കിലും ചേച്ചീനെ എനിക്ക് നഷ്ടപ്പെട്ടോ, എന്നെങ്കിലും ഒരിക്കൽ ചേച്ചി വരുന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ ഞാൻ ജീവിക്കുന്നത് എന്നും, പിന്നെ എല്ലായിടത്തും പോകുമ്പോഴും ചേച്ചി ഇവിടെ ഒന്ന് വന്നിട്ട് പോകുന്നില്ലേ, അപ്പം അതൊക്കെയാണ് എൻ്റെ സന്തോഷം, നമ്മളെപ്പോൾ വിളിച്ചാലും ഓടി വരാനുള്ള ദൂരത്താണ് ചേച്ചി, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാമെന്ന് പറയാൻ കേട്ടോ. പിന്നെ അപ്പം വേഗം പിന്നെ ഒരു ചെറിയ ചിരി കേട്ടുട്ടോ അപ്പുറത്തുനിന്ന്. അപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു എന്തിനാ ചിരിച്ചേ, അല്ല ശരിക്കും എത്ര പെട്ടെന്ന് അയാളുടെ ശബ്ദവും ടോണൊക്കെ മാറിയത്, ശരിക്കും അലീന ചേച്ചി സംസാരിക്കുന്ന പോലെ തന്നെ ചേച്ചീൻ്റെ അതേ സംസാരിക്കുമ്പോൾ ഒരു കുളിർമയും സ്വരത്തിനുള്ള ശാന്തതയും എല്ലാം ചേച്ചീനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയണേ. അപ്പം പിന്നെ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത്, ഞാനൊരു തെറിച്ച പെണ്ണാന്നാണോ എന്ന് തിരിച്ച് ചോദിക്കാൻ കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ്, എന്നെ അലീന ചേച്ചിയാണ് വളർത്തിയത്, അപ്പം ഞാൻ ചേച്ചീനെ പോലെ തന്നെയല്ലേ ആവുകയെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെയല്ല വിചാരിച്ചത്, എപ്പോഴും റബ്ബർ പോലെ തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാന്നാ വിചാരിച്ചതെന്ന് രോഹിത്ത് കളിയാക്കിക്കൊണ്ട് പറയാൻ കേട്ടോ. അയ്യടെ മോനെ, ഞാനുണ്ടല്ലോ അലീന ചേച്ചീൻ്റെ ഡ്യൂപ്പാ, കാരണം അലീന ചേച്ചിയാണ് എന്നെ വളർത്തിയത്, ഇവിടെ വന്നപ്പോൾ അങ്കിളും ആൻറ്റിയും ഒക്കെ എന്നെ ഒരുപാട് സന്തോഷത്തോടെ നോക്കുന്നത് കൊണ്ടും അവരെനിക്കൊരു സ്വാതന്ത്ര്യം തന്നതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഒരു തെറിച്ച കുട്ടിയായി പോയതാന്ന് പറയാൻ കേട്ടോ. അടുത്ത ഭാഗം നാളെ.